അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കാടമുട്ട ഒരു കിടുക്കാഴ്ച ആയിട്ടാട്ടോ. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ആദ്യം നമുക്ക് നമ്മൾ കാടമുട്ട ബോയിൽ ചെയ്തെടുക്കണം. അതിനായിട്ടുള്ള വെള്ളം തേവിച്ച് കൊടുത്ത് നമുക്ക് ഓരോ കാടമുട്ടയായിട്ട് ഇറക്കി വെക്കാട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ നല്ലപോലെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും കുരുമുളക് ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കാടമുട്ട ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് പുറഞ്ഞായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇനി അവസാനത്തെ അത്ഭുത പണിയായിട്ടുള്ള ഡെക്കറേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. മുകളിൽ കുറച്ച് സവാളയും അതുപോലെ കരിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാട്ടോ. ഇത്രേ ഉള്ളൂ.